നമസ്കാരം. കുവൈറ്റിൽ ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഈ വലിയ ദുരന്തത്തിൻ്റെ ദുഃഖത്തിലാണ് സംസ്ഥാനത്തെ എല്ലാവരും. ദുരന്തം ഉണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. കേരള സർക്കാരും ഉടൻ തന്നെ ക്രിയാത്മകമായി ഇടപെട്ടു എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ദുരന്ത വാർത്ത എത്തിയതിന് തൊട്ട് പിന്നാലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമാണ് മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് എന്നും, എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് മന്ത്രിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇപ്പോൾ ഇത് വിവാദമാക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വിവാദങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല, ദുരന്തത്തിൻ്റെ ആ ഒരു സമയത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിവാദങ്ങളെക്കുറിച്ചുള്ള ചർച്ചയല്ല, മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇന്നു മുതൽ നടക്കുന്ന ലോക കേരള സഭയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഇത്രയധികം പ്രവാസി മലയാളികൾ മരിച്ച സാഹചര്യത്തിൽ ഈ പരിപാടി മാറ്റിവെക്കണം എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോൺഗ്രസ് നേതാക്കളായ VD സതീശനും രമേശ് ചെന്നിത്തല എല്ലാം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് ഈ പരിപാടിയുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണം ഇനിയും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങുകൾ ഒഴിവാക്കുമെന്ന് ഇന്നലെ ഒരു സൂചന വന്നിരുന്നു എന്നുള്ളതല്ലാതെ ഇന്നും നാളെയുമായൊക്കെ നടക്കുന്ന മറ്റ് ചർച്ചകളെക്കുറിച്ചൊന്നും തന്നെ യാതൊരു കാര്യങ്ങളും സർക്കാർ ഇനിയും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പല മാധ്യമ പ്രവർത്തകർക്കും ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്ന പലർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് നമുക്ക് ഗൾഫിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ഈ പരിപാടി പങ്കെടുക്കാൻ വരാനിരുന്ന പലരും പുതിയ സാഹചര്യത്തിൽ, ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ അവരൊക്കെ തന്നെ യാത്ര റദ്ദാക്കുകയാണ് ചെയ്തത്. എന്നിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടി സർക്കാർ ചെലവിൽ ഇത്രയും ആഘോഷത്തോടുകൂടി നടത്തുന്നു എന്നുള്ളതിന് മുഖ്യമന്ത്രി ഇനിയും മറുപടി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇതിനെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരാൻ സാധ്യത ഉണ്ട് എന്ന് സർക്കാരിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്തായാലും ദുരന്തം നടന്നതിന് തൊട്ട് പിന്നാലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ മുഖ്യമന്ത്രി ഏതായാലും അംഗീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എത്രയും വേഗം കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കുവൈറ്റിലെത്താനും അവിടുത്തെ കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കാനും അപകടത്തിൽ മരിച്ചവരുടെ ഭൗതികദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും കഴിഞ്ഞത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനും കഴിയുകയില്ല.